Good morning, dear students. The later part of interest groups and pressure groups, which we are now going to discuss. We have already described some basic aspects of its features, the difference between interest groups and pressure groups, its character, then types of interest groups, etc. have been discussed. Further, let us move to Almond's classification of pressure groups. Gabriel Almond has classified interest groups into 4 types. നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും പ്രഷർ ഗ്രൂപ്പുകളെയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ബാക്കി ഭാഗമായിട്ട് വരുന്നത് ആൽമണ്ടിൻ്റെ ഗബ്രിയൽ ആൽമണ്ട്, GA ആൽമണ്ട്, നമ്മൾ കഴിഞ്ഞ കൊല്ലം എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഗബ്രിയൽ ആൽമണ്ടിൻ്റെ പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. അദ്ദേഹം പ്രഷർ ഗ്രൂപ്പുകളെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് institutional interest or pressure groups. Institutional pressure groups works as a part of established institutions like legislature, executive or judiciary. ഏതെങ്കിലുമൊക്കെ നിയമസ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് സ്ഥാപനമായിക്കോട്ടെ, സ്വകാര്യമായിക്കോട്ടെ പൊതുവായിക്കോട്ടെ, ഏത് സ്ഥാപനം, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തൽപര ഗ്രൂപ്പുകളോ സമ്മർദ്ദ ഗ്രൂപ്പുകളോ ഉണ്ടാവും. അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയും. ഉദാഹരണത്തിന് സർവീസ് ഓർഗനൈസേഷൻ, സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് എംപ്ലോയീസും അധ്യാപകരുമൊക്കെ രൂപീകരിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് സ്വകാര്യ സ്ഥാപനങ്ങളിലും ബാധകമാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലിടങ്ങളിലും ഒക്കെ രൂപീകരിക്കപ്പെടുന്ന സംവിധാനങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഏറ്റവും ടിപ്പിക്കൽ ഉദാഹരണം സർക്കാരിൻ്റെ സർവീസ് സംഘടനകൾ, സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGO യൂണിയൻ, NGO അസോസിയേഷൻ, NGO ഫ്രണ്ട്, മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സംഘടനകളെ, അത്തരം സ്ഥാപനങ്ങളെയാണ്, അത്തരം പ്രഷർ ഗ്രൂപ്പുകളാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ pressure groups എന്ന് പറയും. It works as a part of established institutions like legislature, executive or judiciary or any other institutions. Example, service organizations. Then second one is associational interest groups. Associational interest groups are formally organized and registered groups that are come under this type. Formally organized and registered groups. All leading pressure groups like business, farmers and professional organizations are example in this regard. വളരെ വ്യവസ്ഥാപിതമായി സംഘടിക്കപ്പെട്ട, രജിസ്റ്റർ ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഫോർമലി ഓർഗനൈസ്, വളരെ ഔദ്യോഗികമായി തന്നെ സംഘടിപ്പിക്കപ്പെട്ട സ്ഥാപനങ്ങൾ. ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്, ഫിക്കി ഒരു ഉദാഹരണമാണ്. ദെൻ ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് ഗ്രൂപ്പുകളുടെ, വ്യാപാര സിനിമ പ്രൊഡ്യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, ഡോക്ടർമാരുടെ സംഘടന, നമ്മളെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്. പ്രൊഫഷണൽസ്, അഡ്വക്കേറ്റ്സിൻ്റെ ബാർ അസോസിയേഷൻ, ലൈക്ക് ഓർ ഫാർമേഴ്സ് അസോസിയേഷൻ, കർഷകരുടെ സംഘടനകൾ, കർഷകർ, അത്തരം സംഗതികളൊക്കെ ഇറ്റ്സ് ഫോർ അസോസിയേഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. അസോസിയേഷണൽ ഗ്രൂപ്പ്സ് ദീസ് ആർ ഫോർമലി ഓർഗനൈസ്ഡ്. ഒരു വ്യവസായ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ട്. IMIക്കോ അല്ലെങ്കിൽ നിങ്ങൾ കർഷകത്വ സംഘടനകൾക്കൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ആൾ ഇന്ത്യ കിസാൻ യൂണിയനൊക്കെ നമുക്കറിയാമല്ലോ. These type of organizations are called associational organizations. That's the second classification made by Gabriel Almond. And third one is non-associational groups, just opposite of what you may call in associational groups. These are informal associations based on kinship, religion, tribal loyalties, etc. Non-associational groups, it is not formal, it is informal and based on kith and kinship relationship
റിജിയൺ, ട്രൈബൽ ലോയൽറ്റീസ് എക്സെട്ര. ഇത് വളരെ വ്യവസ്ഥാപിതമല്ലാത്ത നമ്മളുടെ രക്തബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ ട്രൈബൽ ലോയൽറ്റീസ്, നിങ്ങൾക്ക് ഏതെങ്കിലും വംശീയമായ നിങ്ങളുടെ വംശപരമായ ലോയൽറ്റിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന സംവിധാനങ്ങളാണ് നോൺ അസോസിയേഷൻ ഗ്രൂപ്പ് എന്ന് പറയും. ഉദാഹരണത്തിന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ദിസ് കൈൻഡ് ഓഫ് നോൺ അസോസിയേഷണൽ ഗ്രൂപ്പ്സ്. ചില കുടുംബ കൂട്ടായ്മകളൊക്കെ വിളിക്കാറുണ്ട്. വളരെ വ്യവസ്ഥാപിതമാണെങ്കിൽ പോലും അത് പക്ഷേ നോൺ അസോസിയേഷനിലാണ്, അസോസിയേഷനിലൊന്നുമല്ല. അത് ദീസ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് അപ്പിയർ ആൻഡ് ഡിസപ്പിയർ ഫ്രം ടൈം ടു ടൈം. സംടൈംസ് ദീസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എമർജസ് ആൻഡ് ഡൈസ് ഡൗൺ നാച്ചുറലി. ഇതിന് ഒരു സ്ഥായിയായ നിലനിൽപ്പൊന്നുമില്ല, കുറേ കാലത്തേക്ക് നിൽക്കും എന്ന് പറയുന്നത് നിയമപരമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ കുറേ കഴിയും. എല്ലാ കുടുംബങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, ചില കുടുംബങ്ങൾക്ക് ഉണ്ടാവും. അവിടെ ചിലത് വളരെ വ്യവസ്ഥാപിതമായിരിക്കും, ചിലത് കുറേ ഇടയ്ക്കൊക്കെ സംഘടിപ്പിക്കും. പിന്നെ കാലക്രമേണ ആൾക്കാർ ഫണ്ട് കൊടുക്കാനൊന്നും ഇല്ലാത്തപ്പോൾ അത് ഡൈയിങ് ഡൗൺ, അതൊന്നും ഇല്ലാണ്ടായി പോവുകയും ചെയ്യുന്നു. അത്തരം ഗ്രൂപ്പുകളെയാണ് നോൺ അസോസിയേഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയും. ദെൻ ലാസ്റ്റ് വൺ ഈസ് അനോമിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. Anomic interest group means these groups are spontaneously formed groups whose behavior is not predictable. വളരെ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് രൂപപ്പെട്ടു വരുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെയാണ്, അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പുകളെയാണ് നമ്മൾ അനോമിക് എന്ന് പറയും. വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഇത് പൊട്ടിപ്പുറപ്പെടുക. ആൻഡ് ഇറ്റ്സ് ബിഹേവിയർ ഈസ് നോട്ട് പ്രഡിക്റ്റബിൾ. ഇതിൻ്റെ പെരുമാറ്റം, ഇതെങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? This may be sometimes it involves violent and extremist activities. Sometimes it involves violent and extremist activities. ചിലപ്പോഴൊക്കെ ഇത് വളരെ അക്രമത്തിൻ്റെ പാതയിലേക്കും തീവ്ര സ്വഭാവത്തിലേക്കൊക്കെ പോകുന്ന ഗ്രൂപ്പുകളാണ് ഈ അനോമിക് ഗ്രൂപ്പ്. സ്റ്റുഡൻറ്റ് ആൻഡ് യൂത്ത് ഓർഗനൈസേഷൻസ് ഷോ ദി ക്യാരക്ടർ ഓഫ് അനോമിക് ഗ്രൂപ്പ്സ്. സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ, യൂത്ത് ഓർഗനൈസേഷൻ ഒക്കെ പലപ്പോഴും അനോമിക് ഗ്രൂപ്പിൻ്റെ ഒരു ലക്ഷണമാണ്. ഇത് വളരെ പെട്ടെന്നുണ്ടാകുന്ന കാരണത്താലാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റിൻ്റെ പേരിലുണ്ടാകുന്ന ചില ഗ്രൂപ്പുകളാണ്. അത് ചിലപ്പോൾ അക്രമത്തിൻ്റെ പാതയിലേക്ക്, വലിയ വയലൻസിൻ്റെ പാതയിലേക്കൊക്കെ പലപ്പോഴും പോകാറുണ്ട്. ദീസ് ആർ ദി ഫ്ലോർ ക്ലാസിഫിക്കേഷൻ മെയ്ഡ് ബൈ Gabriel Almond. First one is institutional. These pressure groups are allied to some established institutions. വളരെ വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. എക്സാമ്പിൾ സർവീസ് ഓർഗനൈസേഷൻസ്, സർക്കാർ സർവീസിലുള്ള സർവീസ് സംഘടനകളൊക്കെ ഉദാഹരണമാണ്. Then association groups formally organized on the basis of business, farmers, professions, etc. Example, FICCI or doctors organization, lawyers organizations, etc. are example. Non-association, it is based on your kinship and relationship or family-based groups or tribal-based groups or race-based, culture, religion, all things come under these non-associational groupings. These may emerge and dying down of this. Then last one is anomic groups, which is spontaneously emerge. These groups are emerged in a particular context. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഗ്രൂപ്പുകളാണ് അനോമിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ദെൻ ടാക്ടിക്സ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും പ്രഷർ ഗ്രൂപ്പുകളും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ, അവരവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൻ്റെ അവർ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ലോബിയിങ്. Lobbying means relentless persuasion exerted by these groups on political executive and bureaucrats. ഇവർ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ്, ഇവർ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ലോബിയിങ്. ലോബിയിങ് നടത്തി കാര്യങ്ങൾ നേടുക. Lobbying is one of the relentless persuasion exerted by these groups on political executive and bureaucrats. ബ്യൂറോക്രാറ്റ്സിന് മേൽ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് മേലൊക്കെ അവരവരുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിക്കാണ് ലോബിയിങ് എന്ന് പറയും. ഈ ലോബിയിങ് നിരന്തരമായി എന്തെങ്കിലും ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അധികാരികൾക്ക് മേൽ, രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന് മേലോ ഉദ്യോഗസ്ഥന്മാർക്ക് മേലോ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടുന്നതിനെയാണ്. സമ്മർദ്ദം ചെലുത്താം, പണം വാഗ്ദാനം ചെയ്യാം, സപ്പോർട്ട് കൊടുക്കാം, പിന്തുണ കൊടുക്കാം, പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്താം, അങ്ങനെ ഏതോ ആവും. ദിസ് ഈസ് റെലൻറ്റ്ലെസ്, അതൊരു നിരന്തരമായ പെർസുവേഷനാണ്, പ്രേരിപ്പിക്കൽ എക്സൈറ്റഡ് ബൈ ദീസ് ഗ്രൂപ്പ്സ് ഓൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ്. രാഷ്ട്രീയ ഭരണാധികാരികളിലും ബ്യൂറോക്രാറ്റ്സ്, ഉദ്യോഗസ്ഥന്മാരിലും നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കാര്യങ്ങൾ നേടുന്നതിനെയാണ് നമ്മൾ
എന്താ പറയുക, ലോബിയിങ് എന്ന് പറയും. ഇപ്പോൾ ലോബിയിങ്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ലോബിയിങ് എന്താണെന്ന് മനസ്സിലായി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഗതി വേണം, ഒരു മൊബൈൽ ഫോൺ വേണം. ഇപ്പോൾ പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മേടിച്ചിരുന്നു. ഇതില്ലാത്തൊരു കാലമല്ലേ, മൊബൈൽ ഫോൺ വേണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചേട്ടൻ 2 പേരും അല്ല അങ്ങനെ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ മതി, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ മതി. അപ്പോൾ നിങ്ങൾ രക്ഷകർത്താക്കളെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അദ്ദേഹമൊക്കെ അവരോട് പറയും, അവർ കേൾക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ അതിൻ്റെ രീതി മാറ്റും. നിങ്ങളവരെ ഇങ്ങനെ സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കും, നിരന്തരമായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുക അവരെ കൊണ്ട്. ഇതിന് ആ മെച്ചമുണ്ട്, എൻ്റെ മെറിറ്റ് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് ഇത് നേടിയെടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നിരന്തരമായ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവർക്ക് ചില കാര്യങ്ങൾ, പിന്നെ അത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യം അവർ പറയുന്ന കാര്യം കേൾക്കാതിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ലോബിയിങ് എന്ന് പറയും. നമ്മൾ അവർ പറയുന്നതിനോട് എതിർത്ത് പറയുക, അവർ പറഞ്ഞ അംഗീകരിക്കാതിരിക്കുക, അവർ പറയുന്ന അനുസരിക്കാതെ, അത്തരം ഒരു രീതിയിലൊക്കെയാണ് ഈ ലോബിയിങ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. ദെൻ പബ്ലിക് ഒപ്പീനിയൻ. സം ഗ്രൂപ്പ്സ് പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ് ബൈ ക്രിയേറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഫേവർ ഓഫ് ദം. രണ്ടാമതൊരു ശൈലി അവർ സ്വീകരിക്കുന്നത് ക്രിയേറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം സ്വരൂപിക്കുക. പൊതുജനാഭിപ്രായം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവർ സമരങ്ങൾ സംഘടിപ്പിക്കുക, പ്രഭാഷണങ്ങൾ നടത്തുക, മാർച്ച് നടത്തുക, ചർച്ചകൾ നടത്തുക, പത്രസമ്മേളനങ്ങൾ നടത്തുക, ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക, ബുക്കുകൾ പ്രസിദ്ധീകരിക്കുക, ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുക. ഇങ്ങനെ പല രീതിയിലൂടെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പരിസ്ഥിതി സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളൊക്കെ സ്ത്രീവിമോചന പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്നത് ദേ ആർ ട്രൈ ടു ക്രിയേറ്റ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഫേവർ ഓഫ് ദെയർ ഡിമാൻഡ്സ്, ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടി പലപ്പോഴും സംഘടനകൾ ശ്രമിക്കാറുണ്ട്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊക്കെയാണ് ഇത് വല്ലാതെ കൂടുതൽ ചെയ്യുക. അതിനുവേണ്ടി അവർ പ്രഭാഷണം നടത്തും, അവർ ശാസ്ത്രീയമായ ഡോക്യുമെൻറ്റുകൾ അവതരിപ്പിക്കും, ജനങ്ങളെ അതുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ, പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, സമ്മേളനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആണ് രണ്ടാമത്തേത്. ബൈ ക്രിയേറ്റിംഗ് പബ്ലിക് അവയർനെസ് ഓർ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഫേവർ ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ഓർ ഡിമാൻഡ്സ്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത് സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടപടി. അതിനുവേണ്ടി അവർ ഓർഗനൈസ് പ്രൊസഷൻ, സ്പീച്ചസ്, പാനൽ ഡിസ്കഷൻ, പ്രസ് കോൺഫറൻസ്, പബ്ലിക്കേഷൻ ഓഫ് ബുക്സ് ആൻഡ് പാംപ്ലെറ്റ്സ്, ആർട്ടിക്കുലേറ്റ് ദ പബ്ലിക് ഒപ്പീനിയൻ സ്വീകരിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് സ്ട്രൈക്ക്. തേർഡ് വൺ ഈസ് സ്ട്രൈക്ക്. ടാക്ടിക്സ് യൂസ്ഡ് ബൈ പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ടു സ്ട്രൈക്ക്. When they fail to achieve their objectives, they go on to strike. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മൊബൈൽ വാങ്ങണം എന്ന് പറയുമ്പോൾ അതിന് പല സ്റ്റേജാണ്. ആദ്യം നിങ്ങൾ അവരുടെ മെറിറ്റും ഡിമെറിറ്റൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കാര്യം കൊണ്ട് വേണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കും, ബന്ധുക്കളെ കൊണ്ടോ, ചിറ്റപ്പനെ കൊണ്ടോ, കുഞ്ഞമ്മനെ കൊണ്ടോ, കൊച്ചാപ്പാനെ കൊണ്ടോ, വലിയപ്പാനെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നൊരവസ്ഥ. അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്കിലാണ്, അവരോട്ട് സഹകരിക്കില്ല എന്ന് പറയുന്നതാണ്. When they fail to achieve their objectives, they try to go for strikes. If interest groups and pressure groups are not get satisfied with their demands or their demand being organized by the authorities, they move towards strike. പലപ്പോഴും സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, സർക്കാരിന് മുന്നിൽ പ്രക്ഷോഭം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ദെൻ ഇലക്ഷനീറിംഗ്. By accepting support or opposing a candidate during election process to protect their interest is known as electioneering. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇലക്ഷനീറിംഗ്. ഇലക്ഷൻ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനോ പരാജയപ്പെടുത്തുന്നതിനോ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഇലക്ഷനീറിംഗ് എന്ന് പറയാം. ബൈ എക്സ്റ്റെൻഡിങ് സപ്പോർട്ട് ഓർ ഒപ്പോസിങ് എ കാൻഡിഡേറ്റ് ഡ്യൂറിങ് ഇലക്ഷൻ പ്രോസസ് ടു പ്രൊട്ടക്ട് ദർ ഇൻട്രസ്റ്റ് ഈസ് നോൺ ആസ് ഇലക്ഷനീറിംഗ്. മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ഇലക്ഷനീറിംഗ് ആണ്. ഇലക്ഷൻ ഇടപെടുക ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മത്സരിക്കാനൊന്നും നിൽക്കില്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയോ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിനാണ് നമ്മളെന്ത് പറയുക, ഇലക്ഷനീറിംഗ് എന്ന് പറയാം. മേക്കിംഗ് അലയൻസ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് മേക്കിംഗ് അലയൻസ്. ലാസ്റ്റ് വൺ ഈസ് മേക്കിംഗ് അലയൻസ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് സീറ്റ്സ് ഫ്രം കണ്ടക്ടിങ് ഇലക്ഷൻസ്. വേറൊരു തന്ത്രം, ഇവർ നേരിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കില്ലല്ലോ, പക്ഷേ they try to contest their representatives or their members to contest in election. അവരുടെ അംഗങ്ങളെ അവർ ഇലക്ഷൻ മത്സരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ശ്രമിക്കാറുണ്ട് ചില ഇൻട്രസ്റ്റ് ഗ്രൂപ്പും പ്രഷർ ഗ്രൂപ്പ്സും. പ്രധാനമായിട്ടും ചെയ്യുന്നത് ട്രേഡ് യൂണിയനാണ്. തൊഴിലാളി യൂണിയനുകളാണ് ഈ പണി പ്രധാനമായിട്ടും ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് വന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് വന്നവരാണ്. ഒരുപാട് പേരും തൊഴിലാളി യൂണിയനുകളുടെ നേതാവായി ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബൊക്കെ അങ്ങനെ വന്നവരാണ്. അപ്പോൾ അവരൊക്കെ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ
ഇളമരം കരീം എന്ന് പറയുന്ന മുൻ മന്ത്രിയുണ്ട്, അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരുപാട് പേര് ട്രേഡ് യൂണിയൻ രംഗത്തും തൊഴിലാളി യൂണിയനുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കന്മാരായിരുന്നുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന ആൾക്കാർ. സച്ച് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ട്രൈ ടു ഗെറ്റ് they making alliance with the political parties and try to get seats for contesting election. അവർ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സീറ്റുകൾ ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ശ്രമിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ അത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും തൊഴിലാളി യൂണിയനുകളുണ്ട്, വിദ്യാർത്ഥി യൂണിയനുകളുണ്ട്, വിഭജന പ്രസ്ഥാനങ്ങളുണ്ട്, വനിതാ വിഭാഗമുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെ അവർക്കെങ്കിലുമൊക്കെ സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കും. അതിനവർ നേടിയെടുക്കുകയും ചെയ്യും. മിക്കവാറും എല്ലാ പാർട്ടികളും അവരുടെ യുവജന വിഭാഗത്തിന് സീറ്റ് കൊടുക്കും, വിദ്യാർത്ഥി വിഭാഗത്തിന് സീറ്റ് കൊടുക്കും, സ്ത്രീ വിങ്ങിന് സീറ്റ് കൊടുക്കും, തൊഴിലാളി യൂണിയനുകൾക്ക് സീറ്റ് കൊടുക്കും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ബന്ധങ്ങളിലൂടെ തങ്ങളുടെ പ്രതിനിധികൾ, തങ്ങളുടെ മെമ്പേഴ്സിനെ എവിടെയെങ്കിലുമൊക്കെ രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് മേക്കിംഗ് അലയൻസ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്. ദെൻ ദി ടാക്ടിക്സ് പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആർ ഓഫ് 5 types. First one is lobbying. 5 strategies they have been made use for attaining their goals. Lobbying, the relentless or continuous persuasion exerted by these groups on political executive, then creating public opinion in favor of their demands and interests. And third one is strikes. If they are try to create public opinion and their demands were get accommodated by the government, they go for strikes and some kind of processions, protest kind of a thing. And then electioneering. Then some interest group, particular group try to interfere in election process by giving support to a candidate or by opposing a particular candidate. And last one is making alliance with the political parties and get their members a seat for contesting in elections. Trade unions make this strategy effectively. പലപ്പോഴും ട്രേഡ് യൂണിയനുകളാണ് ഈ സ്ട്രാറ്റജി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുള്ളത്. These are the strategies made used by political interest groups and pressure groups for establishing or attaining their interests and goals or aims. Okay.